എത്ര മാസമായടാ? 2 മാസം. അല്ല, നിനക്ക് അവരെ പരിചയമായിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അത് പിന്നെ എല്ലാരും കേട്ടാ ഞെട്ടുന്ന വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. മോളെ ഒന്ന് ചുരുക്കി പറയാമോ? സത്യം പറഞ്ഞ ഒരു 6 മാസം മുമ്പ് ദിൽജിത്തെയാണ് ഞാൻ FB പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-2.5 മാസം മുമ്പ് ചേട്ടന്റെ ബാംഗ്ലൂരുള്ള വീട്ടില് ലിവിങ് ടൂറിന് പോയായിരുന്നു. അവിടെ ചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. നല്ല മനുഷ്യർ. ചേച്ചി കണ്ടിട്ടില്ലല്ലോ അച്ഛനും അമ്മയൊക്കെ? ഭയങ്കര സ്നേഹമാ. അപ്പം അവിടെ വെച്ച് ഒരു സുദിനത്തിൽ സംഭവിച്ചതാണ്. എന്നാ പിന്നെ ഞാൻ എൻ്റെ ഒരു തീരുമാനം പറയാച്ചാ. ഞാൻ ദിൽജിത്തിനെ കല്യാണം കഴിക്കുന്നില്ല. അങ്ങനെ പറയാതെ നിന്റെ ഭാവി. കുഴപ്പമില്ല അച്ഛാ. അവൾ എന്തായാലും ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ, അവള് തന്നെ ദിൽജിത്തിനെ കെട്ടട്ടെ, അതല്ലേ നല്ലത്. അല്ല, അത് ദിൽജിത്തോട് അറിയണ്ടേ? ദിൽജിത്തിനെ അങ്ങ് വിളിച്ചാലോ? വിളിക്ക്. ദിൽജിത്തേ, ഇതാണ് ദിൽജിത്ത്. ഓഹോ, കല്യാണം നടക്കാൻ വേണ്ടി പെൺവേഷം കെട്ടിക്കൊള്ളാമെന്ന് കൊറ്റംകുളങ്ങര അമ്പലത്തിൽ നേർച്ച പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയല്ലേ? കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. പെൺവേഷം കെട്ടി നിൽക്കുകയല്ല, ഇത് ഒറിജിനൽ പെണ്ണ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ പെണ്ണ്, പേര് ദിൽഷ. എന്തുകൂടി ഇത്? എനിക്കറിയാവോ? അല്ല മോളെ, അപ്പൊ നിന്റെ ഈ ഗർഭോ? ക്യാൻസർ ആയിരുന്നു തോന്നുന്നു. ഗുളിക കഴിച്ചപ്പോ മാറി. എന്റെ മോള് കരയണ്ട. 14 ജില്ലയിൽ നിന്ന് 10 എന്റെ മോള് സംഘടിപ്പിച്ചതാ. ഒരെണ്ണത്തിന്റെ തലപ്പോലും എന്റെ ചുട്ടുമണി കയറിപ്പോയില്ല. ഇതിലെങ്കിലും ഈ അച്ഛൻ കയറ്റിവിടും. പെങ്ങളെ, ഓ, പെണ്ണെങ്കി പെണ്ണ്. എന്തു പറയുന്നു? ഇപ്പം ഞങ്ങളൊരു നല്ല കാര്യത്തിന് വന്നതല്ലേ. ദക്ഷിണയ്ക്ക് അന്ന് മതി, കാലം കഴിവില്ല. ഒന്നും സാരമില്ലല്ലേ, ഞങ്ങളെ ഓക്കെ അല്ലേ?